ഹായ് ഫ്രണ്ട്സ്, ഞാനുണ്ട്. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഓരോ ദിവസവും ഓരോ വാക്ക് വീതം പഠിക്കുന്നുണ്ടല്ലോ. ശരി, അങ്ങനെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഇന്നലെ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എന്താണ് നൗൺ ഫ്രേസ്. എന്താണ് നൗൺ ഫ്രേസ്? ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വാക്ക്. അതിനൊരർത്ഥമുണ്ട്, പക്ഷെ പൂർണ്ണമല്ല, അപൂർണമായി അർത്ഥമുള്ള, അപൂർണ അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകൾ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, അതായത് ഹെഡ് വേർഡ്, നൗൺ ആണെങ്കിൽ, നാമമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് നൗൺ ഫ്രേസ്. ഷോർട്ടായിട്ട് നമ്മൾ പറയും NP. ഇനിയിപ്പോൾ എളുപ്പമുണ്ട്. രണ്ടാമത്തെ വെർബ് ഫ്രേസ്. നമ്മൾ പഠിക്കുന്ന വെർബ് ഫ്രേസ് അത് തന്നെ, ഒരു കൂട്ടം വാക്ക്, അപൂർണാർത്ഥം, പക്ഷേ അതിൻ്റെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഒരു വെർബായിരിക്കും. അതുകൊണ്ട് അതിനെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കാണെങ്കിലും അത് ഫ്രേസാണ്. അതിൻ്റെ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു. എന്താ നമ്മൾ ഇന്നലെ പറഞ്ഞ എന്നാ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതായത് സാധ്യത. ഈ ഒരു വാക്കിനെ വികസിപ്പിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാ എക്സാമ്പിളുണ്ടോ? ആദ്യത്തെ എക്സാമ്പിളുണ്ടോ? ഗോ. അതിനെ വേറൊരു വാക്കാനോട് ചേർക്കുമ്പോൾ ക്യാൻ ഗോ, അല്ലെങ്കിൽ വിൽ ഗോ, വിൽ ഹാവ് ഗോൺ. പോയി കഴിഞ്ഞിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. വിൽ ഹാവ് ബീൻ ഗോയിങ്, പോയി കഴിഞ്ഞായിരിക്കും. അതൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞായിരിക്കും. മേ ഗോ, പെർമിഷൻ, മേ ഗോ, പൊക്കോട്ടെ. മൈറ്റ് ഗോ, പൊക്കോട്ടെ. then might have been going, പോകുമായിരിക്കും, പോയി കഴിഞ്ഞിരിക്കുമായിരിക്കും. അതാണ് പോയി കഴിഞ്ഞിരിക്കുമായിരിക്കും. must go. I must also learn English grammar. ഒരു കമ്പൽഷനാണ്. ഐ മസ്റ്റ്. ഷാൽ ഗോ, ഹാസ് ഗോൺ, പോയി, ഹാവ് ഗോൺ ഉണ്ടാവും. അപ്പം അതിനകത്ത് മെയിൻ വാക്കെന്ന് പറയുന്നത് ഗോ ആണ്. ഉദാഹരണത്തിന് നമ്മൾ വിൽ ഗോയ്ക്ക് ഗോ അങ്ങെടുത്ത് വിൽ അർത്ഥം ഇല്ലെന്നായിപ്പോയി. പോകുക എന്നുള്ളതാണല്ലോ അർത്ഥം വരേണ്ടത്. വില്ലെന്നും ക്യാനെന്നും പറയുന്ന കാര്യമില്ല. അതുപോലെ ഇവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാം. സി, വിൽ സൂൺ സീ ഹിം. അതിനകത്ത് നൗണൊക്കെ വരാം, പ്രിപ്പോസിഷൻസ് വരാം, പക്ഷേ അതിനകത്ത് മെയിൻ വേർഡ് എന്ന് പറയുന്ന ഒരു വെർബായിരിക്കും. ഉദാഹരണത്തിന് വിൽ സൂൺ സീ ഹിം എന്നുള്ളതിനകത്ത് നിന്ന് സി എടുത്ത് മാറ്റിക്കുക. അപ്പം എന്താ കിട്ടുന്നത്? വിൽ സൂൺ ഹിം. ഒരർത്ഥമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് ഈസ് സിംഗിങ്. സിംഗ്, ഈസ് സിംഗിങ്, വാസ് സിംഗിങ്, was singing songs. All we have written here. Singing song, പാട്ട് പാടുന്നുണ്ട്. have been singing, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞു. have been singing for a long time. അങ്ങനെയൊക്കെ വരാം. പക്ഷേ അതിനകത്ത് മെയിൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് വേർഡ്, പ്രധാനി എന്ന് പറയുന്നത് വെർബായിരിക്കും. ഒരു പ്ലേ ഫുട്ബോൾ, must play games. Every day you must play games. Every day you must get up. ആ ഗെറ്റ് അപ്പ് ആണ് ഹെഡ് വേർഡ്. അതുകൊണ്ടാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ ഡു, ഈസ് ഡൂയിങ്, ആം ഡൂയിങ്, ആർ ഡൂയിങ്, വേർ ഡൂയിങ്, വാസ് ഡൂയിങ്, have done, has done, have been doing, has been doing, had been doing. ഇതെല്ലാം had been doing some work. ഇതെല്ലാം എന്താണ്? വെർബ് ഫ്രേസ്. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായതുകൊണ്ട് ഇതിന് വളരെ എളുപ്പമായി. എന്താണ് ഫ്രേസ്? ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്ലി, എന്താണ് ഒരു ഗ്രൂപ്പിനെ നമ്മൾ നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്?
എന്തുകൊണ്ടാണ് വേറൊരു ഗ്രൂപ്പിനെ നമ്മൾ വെർബ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്? നോൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത് കാരണം അതിനകത്ത് നാമമാണ് ഹെഡ്. അതുപോലെ വെർബ് ഫ്രേസിനകത്ത് വെർബാണ് ഹെഡ്. അതുകൊണ്ട് വെർബ് ഫ്രേസ്. ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ പറയുന്നത് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇവരെ പറ്റി തന്നെ. ഇനി ഇത്ര ആയാലും ശരിക്കും നമുക്ക് വേറൊരാളെ നാളെ പരിചയപ്പെടാം. ഒരു വലിയ ആളിനെ. ആ വലിയ ആളിൻ്റെ പേരാണ് സെൻറ്റൻസ്. നമ്മൾ വാക്കുകൾ നമുക്കറിയാം അല്ലേ, ഫ്രേസ് അറിയാം. നമ്മൾ ലാംഗ്വേജിൻ്റെ തുടക്കം നോക്കി അക്ഷരം അറിയാം. അക്ഷരം കൂട്ടിയെഴുതുമ്പം വാക്കുകൾ കിട്ടും. വാക്കുകൾ കൂട്ടിയിടുമ്പം ഫ്രേസ് കിട്ടും. ആ ഫ്രേസിൻ്റെ പേര് നോൺ ഫ്രേസിനും വെർബ് ഫ്രേസിനും ആകും. കാരണം ഒന്നിനകത്ത് ക്രിയയാണ്. ക്രിയയ്ക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് വെർബ് ഫ്രേസ് എന്നാണ്. നാമത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ അതിനെ നൗൺ ഫ്രേസ് എന്നാണ്. ഈ ആ ലെവൽ വരെ നമ്മൾ എത്തി. ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ മനുഷ്യനെ നാളെ പരിചയപ്പെടും. ആ മനുഷ്യൻ്റെ പേരാണ് സെൻറ്റൻസ്. SENTENCE നമ്മുടെ വാക്യം. ആ വാക്യത്തിൽ എത്തിച്ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകാം. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ഒരു വാക്ക് പഠിക്കുക. ആ വാക്ക് ഏത് തരമാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെക്കുക. അതായത് നൗണാണ്, വെർബ്. ഇപ്പം നമ്മൾ പറയും ട്രീ, നമ്മൾ കണ്ട അത് വെർബ് നൗണാണ് അല്ലേ. സ്വിം, നീന്തുക, അത് വെർബാണ്. സ്മാർട്ട് ബോയ്, സ്മാർട്ട് അതെന്താണ്? അത് സ്മാർട്ട് എന്താണ്? നാമത്തിനെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് അതൊരു അഡ്ജക്റ്റീവാണ് അല്ലേ. അതുപോലെ ഹാർഡ് വർക്ക് വെർബാണ്. അപ്പം ഹാർഡ് എന്നുള്ളത് ആ വർക്കിനെ വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നു. എങ്ങനെ വർക്ക് ചെയ്യുന്നു? ലേസി, സ്ലോലി ഗോയിങ്. ആ ഗോയിങ്ങിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് അഡ്വർബാണ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് എൻ്റെ കാര്യം. അപ്പം ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് തൽക്കാലം നിർത്താം. നാളെ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. അപ്പം നാളെ നമ്മൾ കാണുന്നിടം വരെ നാളെ കാണുന്നിടം വരെ നമുക്ക് ബൈ.